Good afternoon. Good afternoon, Miss. 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 Good afternoon all. Prayer ആരാണ്? Prayer ആരെന്ന് പറയുന്നേ? ഞാനാ മിസ്. പറഞ്ഞോട്ടാ. മിസ് കേക്കാവോ? ഇല്ലാടാ, പ്രയർ പറഞ്ഞോട്ടോ. മോൻ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തോട്ടോ ദിവ്യ. മിസ് കേക്കാവോ? മിസ് കേക്കാവോ? കേക്ക പറഞ്ഞോട്ടോ. മിസ് എനിക്ക് നെറ്റ് ക്ലിയർ അല്ല. ഇപ്പൊ കേൾക്കണമെന്നില്ല, മോൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ട്, അല്ലാതെ പ്രയർ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. ഓക്കെ. പഠിക്കും. Use my eyes to see new friends. Open my ears to listen to my teacher. Open my mind to learn new things. Let my heart remember you are always here when I am afraid. Help me to love others like you do. I want to shine your light so bright in my school. Thank you. സൈൻ ആരാണ്? സൈൻ ആരാണ്? സൈനിൻ ഞാനാണ്. മേഡം തോട്ടില്ലേ? തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞു. തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞോട്ടാ. Okay, good afternoon, everybody. Today's thought is education is the key to unlocking the world, a passport to freedom. വിദ്യാഭ്യാസം ലോകത്തെ തുറന്നു കാണാൻ ഒരു താക്കോലാണ്, സ്വാതന്ത്ര്യത്തിന്റെ പാസ്പോർട്ടാണ്. താങ്ക് യു മിസ്. Good afternoon, my dear friends and teacher. I welcome you all today class. ഞാൻ ഇന്ന് ഒരു കുട്ടി കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. സുഗതകുമാരിയുടെ കാറ്റ്. മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ, കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ, നിന്നും കാണുവാൻ എത്ര നാളായി ഉന്മറത്തിണ്ണയിൽ ഞാനിരിപ്പൂ, ഇങ്ങുമീ കാണുവാനില്ല പക്ഷേ ഉമ്മ വെക്കുന്നു നീ എൻ കവിളിൽ, ഒന്നെന്റെ കൺമുന്നിൽ വന്നുകൂടെ, ഒന്നിച്ചോരൽപ്പം കളിച്ചുകൂടെ, മുല്ലപ്പൂ തല്ലിക്കൊഴിച്ച കാറ്റേ, കള്ളനെ പോലെ മറഞ്ഞ കാറ്റേ, ഇങ്ങോട്ടും കാണുവാൻ എത്ര നാളായി ഉമ്മറത്തിണ്ണയിൽ ഞാനിരിപ്പൂ, നിൻമുഖം കാണുവാൻ എത്ര നാളായി. കഴിഞ്ഞു മിസ്സേ. നന്നായിരുന്നു കേട്ടാ. കവിത എഴുതോ? ഇല്ല, വായിക്കും. നന്നായിരുന്നു കേട്ടാ. താങ്ക് യു മിസ്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ഏതാണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ അല്ലേ? നോർമലൈസേഷന്റെ എല്ലാവരും മ്യൂട്ടാവാം കേട്ടോ. നോർമലൈസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവിയോൺമെന്റില് അല്ലെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റിനോട് കുട്ടികൾക്ക് ഒരു പ്രത്യേക ലവ് ഉണ്ടാവും. ലവ് ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ലവ് ഓഫ് ഓർഡർ. നമ്മളുടെ ഓർഡർ അവർ എന്ത് ചെയ്യാൻ നോക്കും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കും. ലവ് ഓഫ് വർക്ക്, അവർക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓരോ പാരറ്റിക്സ് യൂസ് ചെയ്യാനും അവർക്ക് നല്ല താല്പര്യമായിരിക്കും. profound spontaneous concentration. അവരൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് നേരം അവർക്ക് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടാവും.
അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി. നമ്മൾ പ്രാക്ടീസ് യൂസ് ചെയ്യുന്നത് റിയലിസ്റ്റിക് വേൾഡ് ആയിട്ട്. നമുക്കറിയാം മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ വേൾഡിൽ തന്നെ ഒരു മിനി നേച്ചർ ആണ് നമ്മൾ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്, മോണ്ടിസോറി സ്കൂളിൽ എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അവർക്ക് റിയാലിറ്റി ആയിട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവാൻ പറ്റും. കാരണം അവര് കണ്ട് പരിചിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പുറത്തുള്ള എൻവയോൺമെന്റിലുള്ളത്. സോ അവർക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി പെട്ടെന്ന് പറ്റും. ലവ് ഓഫ് സൈലൻസ്. നമ്മളൊരു കുട്ടീനെ ഒറ്റയ്ക്കാക്കി ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്നല്ല നമ്മുടെ മോണ്ടിസോറിയിലുള്ളത്. ഒരു ഗ്രൂപ്പാണ് ഇവിടെ. അവർ ആ സൈലൻസ് എന്ന് പറയുന്നത് ആ എന്തല്ല ലോൺലിനെസിനെ കുറിച്ചിട്ടുള്ള കാര്യമല്ല അവിടെ പറയുന്നത്. അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. ഒരു കാര്യം നല്ല ഏകാഗ്രതയോട് കൂടി ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അവർ അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് ഭാവിയിൽ എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും മൈൻഡിന് എത്ര ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും അവർ ചെയ്യുന്ന വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സബ്മിഷൻ ഓഫ് ദി പൊസസീവ് ഇൻസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു ഇൻസ്റ്റന്റ് ഉണ്ടാവും. ഒരു ഭയങ്കരമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അത് ചെയ്യാനുള്ളൊരു തോന്നുന്നില്ല അവർക്ക് മനസ്സിൽ നിന്ന് തന്നെ ഉണ്ടാവും. നോർമലൈസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് നമ്മുടെ പ്രിപ്പയർ എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാൻ അവർക്ക് നോർമലി തോന്നും. നമ്മുടെ എൻവയോൺമെന്റിനോട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അവർ ടു ആക്ട് ഫ്രം റിയൽ ചോയ്സ് നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി. ഇവിടെ നമ്മളുടെ കുട്ടികൾ റിയൽ ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ ക്യൂരിയോസിറ്റിയുടെ പുറത്തായിരിക്കും അവര് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോ അവർ വലുതായി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാല് അവർ വലിയൊരു കുട്ടിയായി കഴിഞ്ഞാൽ അവർ റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാൻ തുടങ്ങും. നോട്ട് ഫോർ ക്യൂരിയോസിറ്റി ആയിരിക്കില്ല, ജസ്റ്റ് മൂലമൊന്നും ആയിരിക്കില്ല അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് ഒബീഡിയൻസ് ആണ്. നമ്മളിവിടെ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ചെയ്ത് ഒബീഡിയന്റ് ആക്കുന്നില്ല, അല്ലെങ്കിൽ അനുസരിപ്പിക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒബീഡിയൻസ് എന്ന് പറയുന്നത് നോർമലൈസേഷന്റെ ഒരു ആഫ്റ്റർ റിസൾട്ട് ആണ്. ആഫ്റ്റർ റിസൾട്ടിൽ വരുന്ന ഒരു പാർട്ടാണ് ഒബീഡിയൻസ്. പേഷ്യൻസ്, ഒബീഡിയൻസ്, കോൺസെൻട്രേഷൻ, ഇതെല്ലാം നോർമലൈസ്ഡ് ആയിട്ട് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് വരുന്നതാണ്. ഇത്രയുമാണോ നമ്മൾ പറഞ്ഞത്? അതെ ടീച്ചർ. അതെ. ഇനി അടുത്തതാണ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇനിഷ്യേറ്റീവ്. നമ്മൾ കുട്ടികൾക്ക് ഫുൾ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഫുൾ ആയിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. സോ അവർക്ക് അവരൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഇൻഡിപെൻഡന്റ് ആണ്. അവർക്ക് ഏതാണോ ഇഷ്ടമുള്ള പ്രാക്ടിക്സ് അത് അവർക്ക് സെലക്ട് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. സോ നമ്മളിവിടെ ഒരാളെയും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഒരാളെയും നിർബന്ധിച്ച് ഒരു വർക്ക് ചെയ്തിരുന്നില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇനിഷ്യേറ്റീവ് ആയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. മുമ്പ് അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി എടുത്തിട്ട് ഒരു കുട്ടിക്ക് ഇന്ന ആക്ടിവിറ്റി ചെയ്തോ എന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത്. അവന് ഏതാണോ ഇഷ്ടമുള്ള ആക്ടിവിറ്റി ആ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ അവന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇൻഡിപെൻഡന്റ്ലി കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു, സെലക്ട് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ചെറുപ്പത്തിലേ മുതൽ അവർ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ വലുതാവുമ്പോഴും അവരെന്തായി മാറും, ഇൻഡിപെൻഡന്റ് ആയിട്ട് മാറും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും, കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും, കറക്റ്റ് ആയിട്ട് ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് അവർക്ക് ഈ ചെറുപ്പം മുതലേ നമ്മൾ ശീലിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയൊരു കാര്യത്തിലാണ് ശീലിപ്പിക്കുന്നെങ്കിലും വലുതാകുമ്പോൾ അവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് വളരെ ഹെൽപ്ഫുൾ ആണ്. നോക്കാം. The whole aim of Montessori method contains, amongst other things, the child gather as much independence as is possible for him to acquire at each stage of development. ആ കുട്ടിയുടെ each stage അവന് വേണ്ട ഇൻഡിപെൻഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. The directiveness must always follow the limits for her intervention. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, ജസ്റ്റ് ഡയറക്റ്റ് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് അതെന്ത് ചെയ്ത് കൊടുക്കും, കറക്റ്റ് ചെയ്ത് കൊടുക്കും. അല്ലാതെ അവർ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിന് അവർ പറ്റുന്നോ അങ്ങനെ ഒന്നുമില്ല. ഫ്രീലി ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുത്ത് അവരോട് വർക്ക് അവര് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർ ഫ്രീലി വിടാം. ചില പാരന്റ്സ് ഉണ്ട്, പാരന്റ്സിന്റെ പ്രശ്നമാണ് ചെറുപ്പം മുതൽ അവരെന്ത് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആക്കാണ്ട് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും, ഒക്കെ ഇൻഡിപെൻഡന്റ് ആക്കും. പക്ഷെ അത് ഭാവിയിൽ ഒരു പ്രശ്നം പറ്റും. എന്താ പറ്റാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ആ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മള് ചെറുപ്പം മുതൽ എന്ത് ചെയ്യുക, കുട്ടികളെ അവരുടെ കാര്യങ്ങള് ജസ്റ്റ് ചിലപ്പോൾ ഒരു ഷൂ ലേസ് കെട്ടാനായിരിക്കും,
ഓർ ബട്ടൺസ് ഇടാനായിരിക്കും, ഓർ സിബ് കൂട്ടാനായിരിക്കും, പാന്റിന്റെ സിബ് കൂട്ടാനായിരിക്കും. ഇതെല്ലാം അവര് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, മോണ്ടിസോറി പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന ഓരോ അപ്പാറ്റിക്സും. ഒരുപാട് കാര്യങ്ങൾ, എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് അവരെ പഠിപ്പിക്കുന്നത്. സോ ചെറിയ കാര്യങ്ങളാണ്, എന്നാൽ പോലും അവർക്കത് പ്രാക്ടിക്കൽ ലൈഫിൽ അവരെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. സോ ഇങ്ങനെ ആവുമ്പോൾ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യും, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അങ്ങനത്തെ കുട്ടികളെ പെട്ടെന്ന് നോർമലൈസ്ഡ് ആണ്. ഇൻ എ ക്ലാസ് റൂം ഓഫ് നോർമലൈസ്ഡ് ചിൽഡ്രൻ, mutual aid naturally take place of completion എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ ക്ലാസ് റൂമിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അവര് മുതിർന്നവർ വർക്ക് ചെയ്യാന്ന് വിചാരിക്കും, അല്ല മുതിർന്നവർ എന്തെങ്കിലും വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പ്രായം കുറഞ്ഞ ആൾക്കാർ, നമുക്ക് അതവരെ യങ്ങർ വൺസ് എന്ന് പറയാം. എന്ന് വെച്ചാൽ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിരിക്കും. ആദ്യം വന്ന കുട്ടികളായിരിക്കും എൽഡർ വൺസ്, പിന്നെ വന്നവര് യങ്ങർ വൺസ്. മുതിർന്ന കുട്ടികള് ചെറിയ കുട്ടികളെ സഹായിക്കും. അവര് എന്താ പറയാ, അവരുടെ കാര്യങ്ങളൊക്കെ പരസ്പര സഹായങ്ങൾ കൊടുക്കും. സോ ഇവരുടെ ക്യാരക്ടർ ഡെവലപ്മെന്റിൽ ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. കുട്ടികളിൽ ഹെൽപ്പിംഗ് മെന്റാലിറ്റി, ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെ ചെറുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാനായിട്ട് പറ്റും. These children are always helping one another. ഒരാളെ മറ്റൊരാൾ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുതിർന്നൊരു കുട്ടി അവനെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ ഒരു ആക്ടിവിറ്റി അവന്റെ ഫ്രണ്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് അവന്റെ ഫ്രണ്ട് യൂസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണെന്ന് കറക്റ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാണ്, ഈ കുട്ടിക്കായിരിക്കും. അപ്പൊ ഓരോ കുട്ടികളും അവരുടെ രീതിയിൽ അവരെന്ത് ചെയ്യും, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യും. The older and more advanced show and avoid interest in the progress of younger ones. അപ്പോ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികള് യങ്ങർ വൺസിന്റെ പ്രോഗ്രസ്സിന് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. സോ നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മതി അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, അത് കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് എന്നൊക്കെ നമ്മളൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും കുട്ടികൾ എങ്ങനെയാണ് അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ. ഓൾഡർ വൺസ് യങ്ങർ വൺസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഓൾഡർ വൺസ് നോർമലൈസ്ഡ് ആയി എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ പറഞ്ഞു ഒബീഡിയൻസ്, അനുസരണം, ഡിസിപ്ലിൻ, അച്ചടക്കമാണ്. നമ്മളിവിടെ നിർബന്ധിച്ച് അച്ചടക്കമൊന്നും കൊടുക്കുന്നില്ല, ഇല്ലേ? മോണ്ടിസോറി സ്കൂൾ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല അച്ചടക്കമാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, നമ്മള് കുട്ടികൾക്ക് എന്തെടുക്കുന്നില്ല, ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ചില സ്കൂളുകളിൽ നമുക്ക് അറിയാം അവര് ഭയങ്കരമായിട്ട് ഡിസിപ്ലിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നില്ല, ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി കുട്ടികളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്ത് വരാണ്. മോണ്ടിസോറി എൻവയോൺമെന്റില് കുട്ടികളില് ആ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നല്ല, അവര് സ്വയം ആ ഡിസിപ്ലിൻ എന്ത് ചെയ്ത് തന്നെയാണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്, അല്ലാതെ നമ്മൾ ഫോഴ്സ് ചെയ്തിട്ടല്ല അവരുടെ ഡിസിപ്ലിൻ വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് നോക്കി, ഇതൊക്കെ ഒരു ഡിസിപ്ലിന്റെ പാർട്ടാണ്. ഓക്കെ, ആ ഒരു പാർട്ട് ഇത് എഴുതിക്കാണ്, ആര് അപ്പുറത്തേക്ക് പോകരുത്, എന്ത് ചെയ്യരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് എന്താ പറയുക, സ്പോർട്സിൽ ഡിസിപ്ലിൻ കൊടുക്കുന്നില്ല, അത് സെൽഫ് ഡിസിപ്ലിൻ ആണ് വരുന്നത്. ഒബീഡിയൻസ് പോലെ തന്നെ, പേഷ്യൻസ് പോലെ തന്നെ, കോൺസെൻട്രേഷൻ പോലെ തന്നെ അത് സെൽഫായിട്ട് ഡിറൈവ് ചെയ്തെടുക്കാണ് ഡിസിപ്ലിനും. ദിസ് ഇസ് ദ വൺ ഓഫ് ദ ഫീച്ചർ ദാറ്റ് യൂഷ്വലി astonish the visitors with most when they see a Montessori school for first time. ഇതൊരു വൺ ഓഫ് ദ ഫീച്ചർ ആണ്. കുട്ടികളെ എന്ന ഡിസിപ്ലിൻ ആണ്. സോ അത് മോണ്ടിസോറി സ്കൂൾ ആദ്യം വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ്, ഇവിടുത്തെ കുട്ടികൾക്ക് എന്താ എല്ലാവരും ഭയങ്കര ഡിസിപ്ലിനായി കാമായിട്ടാണ് പോകുന്നത്. ദിസ് ഡിസിപ്ലിൻ ഈസ് കംപ്ലീറ്റ് that the absence of distress for quite long period of time does not affect it. ഇത് ഒരുപാട് നേരം എന്ത് ചെയ്തില്ല, അഫക്ട് ചെയ്യാതെ ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഡിസിപ്ലിൻ ഇസ് വൺ ഓഫ് ദ ഫ്രൂട്ട് ഓഫ് ലിബർട്ടി. ലിബർട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് ഈ ഡിസിപ്ലിൻ. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഫ്രീഡം കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫുൾ ഇൻഡിപെൻഡൻസ് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് നമ്മൾ അവരെ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ഈ ഡിസിപ്ലിൻ കുട്ടികളുടെ ഇടയിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഡിസിപ്ലിൻ എന്തിന്റെ ഫ്രൂട്ട് ആണെന്ന് പറയുന്നത്, ലിബർട്ടിയുടെ ഫ്രൂട്ട് ആണ്. This discipline is one of the fruit of liberty. ലിബർട്ടിയുടെ ഫ്രൂട്ട് ആണ് എന്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്പോണ്ടേനിയസ്
സെൽഫ് ഡിസിപ്ലിൻ ആണ്, സ്വയം അച്ചടക്കമാണ് അവിടെ വരുന്നത്. നമ്മൾ ഫോഴ്സ്ഡ് ആയിട്ടല്ല കുട്ടികളെ അച്ചടക്കം പഠിപ്പിക്കുന്നത്. അവർ ഇൻഡിപെൻഡന്റ്ലി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ എന്ത് വരാണ്, ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യാണ്. ഡിസിപ്ലിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, അവരെ നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിച്ചിട്ട് വരുന്ന ഡിസിപ്ലിൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്ത് വരുന്നതല്ല. അവരോരോ വർക്ക് ചെയ്ത് അവര് ആ ഒരു വർക്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അറ്റാച്ച് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ എല്ലാവരും എന്തായിരിക്കും, ഡിസിപ്ലിൻഡ് ചൈൽഡ് ആയിട്ട് മാറും. ദെൻ ജോയ് ആണ്. നമ്മൾ ഈ കുട്ടികളുടെയൊക്കെ ഫേസിൽ നമുക്ക് നല്ല ജോയ് കാണാൻ പറ്റും. കാരണം ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമുക്ക് ആലോചിച്ച് നോക്കി മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ്, കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മുടെ പാറ്റേൺസ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഷുവർലി നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഈ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ. This joy which shine in children's face and surely in their whole attitude is something more than pleasure or happiness of being entertained. ഈ കുട്ടികളിൽ ഭയങ്കരമായിട്ട് സന്തോഷം നമുക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് ഈ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല നമ്മുടെ അടുത്തേക്ക് വരാൻ. ലൈക്ക് ദ കോൺസെൻട്രേഷൻ റെഫേഴ്സ് ദ എബോവ്. കോൺസെൻട്രേഷൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് എ ഡീപ്പ് ക്രിറ്റിക് ഇമോഷൻ. ഭയങ്കര ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമോഷനാണ്. ഇറ്റ് ഈസ് ദ ഫാക്ട് ദാറ്റ് ദ ജോയ് ദാറ്റ് നാച്ചുറൽ ഓൾവേസ് ഗ്രെയിൻ ആസ് the accompany to the right use of facilities. നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടാണ് അവര്, അല്ലെങ്കിൽ നമ്മുടെ അപ്പാരറ്റക്സ് നല്ല രീതിയിൽ ഉപയോഗിച്ച്, നമ്മള് അപ്പാരറ്റക്സ് കുട്ടികൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ടാവും. അപ്പൊ വീണ്ടും ചെയ്ത് അവൻ ആ ഒരു കാര്യം സക്സസിലേക്ക് എത്തുമ്പോൾ അവന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര സന്തോഷം ആ കുട്ടിക്ക് വരും. സോ ദാറ്റ്സ് ജോയ്. അപ്പൊ എന്തോ ഒരു കാര്യം അവൻ നേടിയെടുത്തു എന്നൊരു സന്തോഷം. ഒരുപാട് നേരം ഒരുപാട് എഫേർട്ട് എടുത്ത് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അവൻ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അത് അവന്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവരും. ഇറ്റ് ഈസ് ദ ജോയ് വിച്ച് കംസ് വിത്ത് ആക്ടിങ് ഇൻ ഒബീഡിയൻസ് ടു ദ ലോ ഓഫ് അവർ നേച്ചർ. നമ്മുടെ നേച്ചർ, നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ ലോ അനുസരിക്കുന്നത് മൂലമാണ് അവന് ഈ സന്തോഷം എന്ത് ചെയ്യാൻ പറ്റുന്നത്, എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസ്ഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി റൗണ്ട് ഓഫ് ചെയ്യാം. അവൻ നമ്മളുടെ എൻവയോൺമെന്റിനോടുള്ള ഇഷ്ടം, ലവ് ഓഫ് ഓർഡർ, നമ്മളിവിടെ വന്നിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിന്റെയും ആ ഒരു ഓർഡർ ഇഷ്ടപ്പെട്ടു തുടങ്ങും. ലവ് ഓഫ് വർക്ക്, അവന് ഒരു ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് താല്പര്യം വരും. സ്പോണ്ടേനിയസ് കോൺസെൻട്രേഷൻ, അവനിൽ കോൺസെൻട്രേഷൻ ജനറേറ്റ് ചെയ്യും. അറ്റാച്ച്മെന്റ് ടു റിയാലിറ്റി, നമ്മുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ റിയാലിറ്റി ആയിട്ട് വളരെ കണക്റ്റഡ് ആണ് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അവന് പെട്ടെന്ന് റിയാലിറ്റി ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ലവ് ഓഫ് സൈലൻസ്, നമ്മൾ ഒരിക്കലും കുട്ടീനോട് ഒറ്റപ്പെടുത്ത എല്ലാ ഗ്രൂപ്പ് ആക്ടിവിറ്റീസും എല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഒറ്റപ്പെടുത്തുന്നത് അവന്റെ മനസ്സിനെ മാത്രമാണ്. അല്ലെങ്കിൽ ഏകാഗ്രത കൊടുക്കണം, കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം നമ്മൾ അലോ ചെയ്യണം. സബ്മിഷൻ ഓഫ് പൊസസീവ് ഇൻസ്റ്റന്റ്, അവന് ഓരോ കാര്യങ്ങളുടെ ബിൽഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കുകയാണ്. പിന്നെന്താ പറഞ്ഞ, റിയൽ ചോയ്സ് സെലക്ട് ചെയ്യാൻ, നോട്ട് ക്യൂരിയോസിറ്റി, നോട്ട് ഫ്രം ക്യൂരിയോസിറ്റി ബട്ട് റിയൽ ചോയ്സ് അവരെ കൊണ്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഒബീഡിയൻസ് വരാണ്, ഇതുവഴിയൊക്കെ നമുക്ക് ഒബീഡിയൻസ്, കുട്ടികൾ ഒബീഡിയന്റ് ആവുന്നത്. ഇൻഡിപെൻഡൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, നമ്മൾ അവർ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നോർമലൈസ്ഡ് ചിൽഡ്രൻസിന് വരുന്നൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യാണ്. അവരുടെ നല്ലൊരു ക്യാരക്ടർ, ആ കുട്ടികൾക്ക് നല്ലൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് കാരണമാക്കാണ്. സ്പോണ്ടേനിയസ് സെൽഫ് ഡിസിപ്ലിൻ, കുട്ടികളിൽ നല്ലൊരു അച്ചടക്കം ഡെവലപ്പ് ചെയ്യാണ്. ഇതെല്ലാം കാരണം കൊണ്ട് തന്നെ അവന് എന്ത് കിട്ടാണ്, ജോയ് കിട്ടാണ്. സോ സന്തോഷത്തിലേക്ക് അവനെത്താണ്. സോ ഇതാണ് നോർമലൈസേഷൻ. ഇത് നോർമലൈസേഷൻ ആണ്. ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു വന്ന ആളാണ് ഒരു കുട്ടി നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറുന്നത്. നമ്മളുടെ ചിലപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് വരുന്ന കുട്ടികൾ നോർമലൈസ്ഡ് ചൈൽഡ് ആവണമെന്നില്ല. സോ നമ്മൾ ഇതേപോലെ അവരെ ട്രെയിൻ ചെയ്ത് വർക്ക് ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് തന്നെ നമ്മൾ അവരെ എന്ത് ചെയ്യും, നമ്മൾ ട്രെയിൻ ചെയ്ത് അവരെ നല്ലൊരു നോർമലൈസ്ഡ് കുട്ടിയാക്കി മാറ്റും. ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ പലതും ഡീവിയേറ്റഡ് ചൈൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള, എന്തെങ്കിലും ഡിപ്രഷൻസ് ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിലും നമ്മൾ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ നമ്മളുടെ രീതിയിലേക്ക് കൊണ്ടുവരണം. അതെങ്ങനെ മാത്രമേ സാധിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഈ ഒരു പ്രാക്ടീസ് യൂസ് ചെയ്ത് നമ്മളുടെ അവരെ കൊണ്ട് വീണ്ടും ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. സോ ഇത് മെന്റലിയും ഹാപ്പി ആയിരിക്കും, അതേപോലെ ഫിസിക്കലി
നമ്മളെ ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മെന്റലി ആൻഡ് ഫിസിക്കലി ഹാപ്പി ആയിട്ടിരിക്കും. സോ ഇതാണ് നോർമലൈസേഷൻ. എല്ലാവരും ഒന്ന് വായിച്ചേ. എല്ലാവരും ഒന്ന് റീഡ് ചെയ്തേ. നോർമലൈസേഷനും ക്യാരക്ടറിസ്റ്റിക്സും ഒന്ന് റീഡ് ചെയ്തേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. ജാസ്മിൻ മോന് കയറിയോളൂ ക്ലാസ്സില്. കേൾക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. എന്താ പ്രശ്നം? അത് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞതായിരുന്നു പ്രയറിന്റെ സമയത്ത് പറഞ്ഞു. സോറി 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 എടാ, ഞാൻ 55 എങ്ങാണ്ടും കണ്ട പോലെ തോന്നി. സോറി ട്ടോ. റീഡ് ചെയ്തോ? മിസ്സേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിലിപ്പോ പറയുന്നില്ലേ ടോയ്സും കാര്യങ്ങളും ഒക്കെ മോണ്ടിസറി ക്ലാസ്സിൽ കുട്ടികളുടെ ഇഷ്ടത്തിന് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം, അങ്ങനെ പറഞ്ഞില്ലേ? അപ്പൊ അവരുടെ മനസ്സിൽ എല്ലാ കാര്യങ്ങളും അവർ തന്നെ സെലക്ട് ചെയ്യും എന്നുള്ളൊരു തിങ്കിങ് വരില്ലേ? ഇപ്പൊ പുറത്ത് പേരൻസിന്റെ കൂടെ പോവാണെങ്കിലും ഒക്കെ അവര് തന്നെ അവരുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാൻ തുടങ്ങിയില്ലേ? അത് നല്ലതല്ലേ? ഒരു പരിധി വരെ നല്ലതല്ലേ? ചെറുപ്പത്തിലെ ഇപ്പൊ അവരിപ്പോ ഒരു ടോയ് കട കയറുവാണ്, ഫോർ എക്സാമ്പിൾ ഒരു കടയിൽ കയറുവാണ്. അപ്പൊ അവർക്ക് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് അവർ എടുക്കുന്നു. പക്ഷെ പേരൻസിന് അത് ചിലപ്പോൾ മേ ബി അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പൊ അതവിടെ ഒരു ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് കുട്ടികളോട് പറഞ്ഞു കൊടുക്കും. അതെ, അച്ഛന്റെ കയ്യിലും മകളുടെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല, നമുക്ക് ഇത്രയും എന്റെ കയ്യിൽ ബഡ്ജറ്റ് ഉള്ളൂ, ഈ റേറ്റില് അല്ലെങ്കിൽ ഇത്രയും കുറവില് മോൻ ടോയ് നോക്കണം പറഞ്ഞാൽ അവരത് മനസ്സിലാക്കാൻ പറ്റും. അവരവിടുത്തെ സെയിൽസ്മാനോട് ആരോടാണെങ്കിലും ഈ റേറ്റിൽ എവിടെയാ ടോയ് ഇരിക്കണേന്ന് ചോദിച്ചിട്ട് നമ്മൾ പറയണം. നമ്മുടെ അവസ്ഥ പറഞ്ഞ് തന്നെ കുട്ടികളെ വളർത്തണം. ഒരു പരിധി വരെയും അത് നല്ലതാണ്. കാരണം പെട്ടെന്ന് നമ്മൾ ഇത്രയും വലിയ സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഫണ്ടൊക്കെ ഉണ്ട്, നല്ല കാശാരാണെന്ന് പറഞ്ഞ് ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഒരു ക്രൈസിസ് വന്നാൽ ചിലപ്പോൾ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല.
ഒരു പെട്ടെന്നൊരു സാമ്പത്തിക മാന്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അഡ്ജസ്റ്റബിൾ ആവില്ല. നമുക്ക് എന്താണ് നമ്മുടെ ഫാമിലിയിലുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സ് കുട്ടികൾ അറിഞ്ഞു തന്നെ വളരുന്നതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഞാൻ മോളോടാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം പൈസ ഇല്ല കേട്ടാ, ഇത്രയും രൂപയുള്ളൂ, എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചതാന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ചിലപ്പോൾ 150 രൂപ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അവൾ ചോദിച്ചത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്, 200 രൂപയുള്ള ഒരു ആൽഫബറ്റ് ആണ് അവൾ ചോദിച്ചത് വിചാരിക്കും. ആൽഫബറ്റ്സിന്റെ ബോർഡാണ് ചോദിച്ചത്. സോ എന്റെ കയ്യിൽ ഫണ്ട് അത്രയില്ല. സോ ഞാൻ അവളോട് പറഞ്ഞു, ഇത് ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ, വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിന്റെ കയ്യിൽ പൈസ വാങ്ങിച്ചു കൊടുത്തു. കാരണം ചില കാര്യങ്ങൾ നമ്മൾ കുട്ടികളോട് പറഞ്ഞ് തന്നെ കൊടുത്ത് വളർത്തണം. നമ്മൾ ഫിനാൻഷ്യൽ ആവട്ടെ, എല്ലാ കാര്യങ്ങളും കുട്ടികളെ ചെറുപ്പത്തിലേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർന്ന കുട്ടിക്ക് ഫേസ് ചെയ്യാൻ, പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ ആ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാവില്ല. നമ്മൾ പാരന്റ്സ് എന്താ ചെയ്യാ, ഒരു പ്രശ്നം എത്ര ഫിനാൻഷ്യൽ പ്രശ്നം ഉണ്ടെങ്കിലും കുട്ടികളൊന്നും അറിയിക്കരുത്. കുട്ടികൾ അവരുടെ രീതിക്ക് പൊക്കോട്ടെ. ഇപ്പൊ ചിലപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഫിനാൻഷ്യലി ക്രൈസിസ് ഉള്ള സിറ്റുവേഷനിൽ മകളെ എന്തെങ്കിലും ഒരു ഭയങ്കര പൈസയുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സാധിച്ചു കൊടുക്കാൻ നോക്കും. അത് എനിക്ക് അതിനോട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായമില്ല. നമുക്ക് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയാം, ഇത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യില്ല, കാരണം ഇത്രയും ഫണ്ട് നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കയ്യിലുള്ളത് ഇത്രയും ഫണ്ടുള്ളൂ, കുറവാണ് നമ്മുടെ കയ്യിൽ. ഇതിനൊത്തനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ആണെങ്കിൽ ഡ്രസ്സ് എന്തായാലും സെലക്ട് ചെയ്താൽ ബെസ്റ്റ് വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞ് കുട്ടികളെ ട്രെയിൻ ചെയ്യാം. കാരണം നമ്മള് ഇൻഡിവിജ്വലി സെലക്ട് ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോഴും ഈ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ നല്ലതാണ്. കാരണം ചെറുപ്പത്തിലേ നമ്മളുടെ എന്താ പറയാ കഷ്ടപ്പാടൊക്കെ അറിഞ്ഞ് വളർന്നു വരുന്ന കുട്ടികൾ ഒരു കാരണവശാലും അവരെന്ത് ചെയ്യില്ല, പൈസ ദൂർത്തടിക്കില്ല, അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ചെലവില്ല. ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിഭാഗം കുട്ടികൾക്കും അച്ഛനമ്മമാര് പൈസ പോക്കറ്റ് മണിയൊക്കെ ആയിട്ട് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട്. അവരിത് എന്താ ചെയ്യണേന്ന് അറിയാലോ, അവര് ഇത് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അച്ഛനോട് അമ്മയോടൊക്കെ ചോദിക്കുമ്പോ അനാവശ്യമായിട്ട് ഈ കൊടുക്കുന്ന പൈസകൾ അവരെന്താ ചെയ്യുന്നത്, പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. നമ്മള് കുട്ടികൾക്ക് കൊടുക്കപ്പെടും. അതേപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. അവർ സെലക്ട് ചെയ്യിപ്പിക്കണം, ഇൻഡിവിജ്വലി ഓരോ തീരുമാനങ്ങൾ എടുപ്പിക്കണം എന്ന് പറയുന്നത്, ഓരോ വർക്ക് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ ഇൻഡിവിജ്വലി ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത് നല്ലൊരു ക്യാരക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചെറുപ്പം മുതലേ അവന്റെ കാര്യങ്ങൾ അവൻ ഇൻഡിവിജ്വലി ആണ് ചെയ്യുന്നതെങ്കിൽ ഭാവിയിൽ അവനെ ഡിപ്പെൻഡ് ചെയ്യണത് എന്നില്ല. പാരന്റ്സിനാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം കഴിഞ്ഞാലൊക്കെ എന്തോരം പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. കുട്ടികള് അമ്മ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാറുണ്ട്, എന്റെ വൈഫ് അങ്ങനെ ചെയ്യുന്നില്ല. കമ്പാരിസൺ അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ തന്നെ ആ ഫാമിലിയിൽ പ്രശ്നങ്ങൾ വന്നു തുടങ്ങുകയാണ്. സോ ഇൻഡിവിജ്വലി അവൻ ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ അവന്റെ സ്വന്തം കാര്യങ്ങൾ അവൻ സ്വയം ചെയ്യാണ്. അവൻ പാചകം ചെയ്യുന്നു, അവന്റെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുകയാണെങ്കിൽ സോ അവനുള്ള ഡിഫറൻസോ വേർതിരിവോ കാണുന്നില്ല. നമുക്ക് നല്ലൊരു ബെറ്റർ ജനറേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ മിസ് ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, അതായത് അവര് തന്നെ അവരുടെ ഡിസിഷൻ ഒക്കെ എടുക്കാൻ സ്റ്റാൻഡ് ചെയ്യണോന്ന്. അപ്പോ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ അഡൽട്ട്ഹുഡിലൊക്കെ അവര് കയറുമ്പോ അവര് തന്നെ കാര്യങ്ങള് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ തെറ്റായിരിക്കില്ലേ? പേരൻസ് നമ്മള് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയല്ല അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോ നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അഡൽട്ടിലേക്ക് എത്തുമ്പോൾ പാരന്റിങ്ങിന്റെ സ്റ്റൈൽ തന്നെ മാറ്റുന്നത് നല്ലതാണ്. കാരണം ഫ്രണ്ട്ലി ആയിട്ട് ഇരിക്കാൻ നോക്കുക. നമ്മള് കുട്ടികളോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറാം. ചില പാരന്റ്സ് ഉണ്ട് കേട്ടോ, എനിക്ക് പരിചയമുള്ളവരാണ്. അപ്പൊ അവർ സ്ട്രിക്റ്റ് ആയിട്ട്, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട്, അവനെ ഒരു 8th സ്റ്റാൻഡേർഡിലുള്ള കുട്ടിയാണ്, അവരെവിടെയും വിടില്ല, പിള്ളേരൊപ്പം കളിക്കാൻ വിടില്ല, അങ്ങോട്ട് വിടില്ല, വീട്ടിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു സ്റ്റേജ് വരെ അമ്മയ്ക്ക് അത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റി. പക്ഷെ അവൻ തിരിച്ചറിയാണ് ഇത് പുറത്തൊരു ലോകമുണ്ട്, ഇങ്ങനൊരു ലോകം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. സോ അവൻ നോർമൽ ആയിട്ട് മാറി. എന്ന് വെച്ചാൽ ആദ്യം അവന് ആ ഒരു അവന്റെ വീട്, ആ ഒരു ചുറ്റുപാട് മാത്രമായിരുന്നു, വീട്ടിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു കുട്ടിയാണ്, ആൺകുട്ടിയാണ്. പക്ഷെ അവൻ കുറച്ചും കൂടി സോഷ്യൽ ആയിട്ട് മാറി. നിങ്ങൾ സോഷ്യൽ ഡെവലപ്മെന്റ് ഒക്കെ പഠിച്ച സമയത്ത് സോഷ്യലി നമ്മൾ ഇന്ററാക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലൂടെ അവർക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പിന്നെ നമ്മൾ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യാം, കുട്ടികളോട് പെരുമാറാം. അഡൽട്ട്ഹുഡിലേക്ക് എത്തുമ്പോൾ നമ്മള് പഴയ ചാക്കോ മാഷിന്റെ വടിയും പിടിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല. അവരെ തോളത്ത് കൈയിട്ട് സംസാരിക്കുന്ന പാരന്റ്സിനെയാണ് അവർക്ക് ഇഷ്ടം. ഇന്നത്തെ കുട്ടികളുടെ കാര്യമാണ്. സോ ഫ്രണ്ട്ലി മൈൻഡിൽ നമ്മൾ അവരോട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ അവര് എന്തുകൊണ്ടാണ് ഫ്രണ്ട്സിനോട് അവരെല്ലാ വിഷമങ്ങൾ പറയുന്നേ, അവർക്കെല്ലാം തുറന്നു പറഞ്ഞാല് അവർക്കൊരു ദോഷം വരാത്ത രീതിയിൽ എന്ത് ചെയ്യും, ഫ്രണ്ട്സ് അത് കൈകാര്യം ചെയ്യും. പക്ഷെ നമ്മൾ പാരന്റ്സിനോട് അവരെന്താ ഇത്രയും ഡിസ്ക്ലോസ് ചെയ്യാത്തത്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വടിയും എടുത്ത് പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പെൺകുട്ടികളൊക്കെ അച്ഛനോട്
അച്ഛനോട് വന്നിട്ട് ഒരു ചെക്കൻ എന്നെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വായ നോക്കിണ്ടെന്ന് അച്ഛനോട് വന്ന് പറഞ്ഞു വിചാരിക്കും, അതേ കലാണെന്ന് വിചാരിക്കട്ട. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും, ആരാണ് അവൻ, അവന്റെ വീട് എവിടെ ഉണ്ടെന്നൊക്കെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ പോകും. പക്ഷെ അതല്ല ആ അച്ഛൻ ചെയ്യുന്നത്, കുഴപ്പമില്ലടി നിനക്കാണ് നല്ല ഭംഗിയില്ല അതുകൊണ്ട് നിന്നെ നോക്കിയതാണ്, നീ നോക്കൊന്നുമില്ലല്ലോ എനിക്കറിയാം എന്ന് പറഞ്ഞങ്ങോട്ട് ഒരു രീതിയിൽ വിട്ടാൽ മതി. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം തോന്നുകയാണെങ്കിൽ ഇങ്ങനെ വിളിച്ചാൽ മതി, ഞാൻ അപ്പൊ തന്നെ വന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് പിന്നെ അവളുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വന്നാലും അവൾ ആദ്യം ഡിപ്പെൻഡ് ചെയ്യണത് ആരായിരിക്കും, അവളുടെ അച്ഛനെ ആയിരിക്കും. അച്ഛനോട് പറഞ്ഞിട്ടായിരിക്കും അവൾ എന്ത് ചെയ്യുന്നത്, എന്ത് കാര്യം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ പാരന്റ്സിനോട് ഷെയർ ചെയ്യും. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചൊരു വാർത്ത എന്താ, ഒരു പയ്യൻ അത്യാവശ്യം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു പയ്യൻ ഒരു പെൺകൊച്ചിനായിട്ട് അഫയർ ആയി, ഭയങ്കര ഒരു ഇഷ്ടത്തിലായി. പെണ്ണിനെ ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഇങ്ങനത്തെ ഒരു മോശം സ്വഭാവമുള്ളൊരു ക്യാരക്ടറുള്ള പയ്യനാണ് അറിഞ്ഞുകൂടായിരുന്നു. പെൺകൊച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവൾ ആ റിലേഷനിൽ നിന്ന് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു മാറി. ഒരു ദിവസം ഇവളെയും ഈ ചെക്കരെയും ഈ പെണ്ണിനെയും കാണാണ്ടായി. പെണ്ണിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പെണ്ണിന്റെ ഉപ്പ പോലീസിൽ പരാതിപ്പെട്ടു. അപ്പൊ പോലീസ് വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ബ്രേക്കപ്പ് ആയ റിലേഷനാണ്, പക്ഷെ അവർക്ക് അവനൊട്ടും ഇഷ്ടമല്ല, ഒരു കാരണവശാലും ഞാൻ മരിച്ചാലും ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല, അവരൊപ്പം ജീവിക്കില്ല എന്ന് പറഞ്ഞാണ് അവള് പിന്മാറി എന്നൊക്കെ ഫ്രണ്ട്സ് പറഞ്ഞു. പക്ഷെ ഇവരെ ഒരു ഹോട്ടൽ റൂമിൽ നിന്ന് അവർ കണ്ടെത്തി, പോലീസുകാരെ അന്വേഷണത്തിൽ കണ്ടെത്തി. അപ്പോ പോലീസിന്റെ അടുത്ത് ഇവൻ ഈ ആൺകുറിച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരുപാട് കേസൊക്കെ ഉള്ള ചെക്കൻ തന്നെയാണ്. അവൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു അഹങ്കാരത്തോട് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ എന്താ ചെയ്തതെന്ന് അറിയാവോ, ഞാൻ അവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ടാ പോയത്. അപ്പൊ അവളുടെ ഉപ്പ വരുന്നുണ്ടായിരുന്നു. ഞാനപ്പോ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞാനിപ്പോ ക്രോസ് ചെയ്ത് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ വിളിച്ച് ഇറക്കും, അപ്പൊ നീ പഠിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഉപ്പൊന്നും അറിയരുത്, ഞാൻ ഇറങ്ങി വരാ എന്ന് പറഞ്ഞിട്ട് അവൾ ഉപ്പ കാണാതെ എന്ത് ചെയ്തു, ഇറങ്ങി പോവുകയും ചെയ്ത. അവൾ അവിടെ പേടിച്ചത് ആരെയാണ്, അവനെയാണോ അല്ലെങ്കിൽ ഉപ്പേനെയാണോ? ഉപ്പേനെയാണ്. നമ്മൾ ആ ഒരു ഉപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന സ്നേഹിക്കുന്ന ഒരു ആളായിരുന്നെങ്കിൽ അവൾ ഈ ഒരു പ്രശ്നം ആദ്യം അവള് ഉപ്പനോട് പറയില്ലേ, ഉപ്പ എനിക്ക് ഇങ്ങനൊരു പെൺകൊച്ച് അല്ല ഇങ്ങനൊരു ചെക്കൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയും. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവളുടെ ഉപ്പ എന്തായാലും നിൽക്കൂലേ, പക്ഷെ നിന്നില്ല. അപ്പൊ ഉപ്പ കരഞ്ഞോണ്ട് പറഞ്ഞതാണ് പോലീസുകാരുടെ അടുത്ത്, എന്റെ മോക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ഉപ്പ നേരത്തെ അറിയായിരുന്നെങ്കിൽ ഉപ്പ ഒരു കാരണവശാലും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാക്കില്ലായിരുന്നു, മോളെ എന്റെ ഒപ്പം പോന്നോ എന്ന് പറഞ്ഞാൽ ഉപ്പ മോളെ കൊണ്ട് പോകുന്നു. കാരണം ഉപ്പനോട് ഉപ്പ പറഞ്ഞാൽ പക്ഷെ ഭയമായിരുന്നു, പാരന്റ്സിനോടുള്ള ഭയമുണ്ട്. കാരണം നമ്മളത് റിമൂവ് ചെയ്യണം. നിങ്ങൾ ഓരോരുത്തരും കുട്ടികളോട് ഈ ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം ഉണ്ടാവും, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഒരിക്കലും കുട്ടികൾ ഷൗട്ട് ചെയ്യരുത്. കാരണം അവരുടെ മനസ്സ് ഭയങ്കര ലോളോള്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ മാത്രമുള്ളവരുടെ മനസ്സില്, അല്ലെങ്കിൽ നമ്മൾ മാത്രമാണ്. അപ്പൊ അവർ ചെയ്യുന്ന ചെറിയൊരു ആക്ടിവിറ്റി ആയി പോലും ഇപ്പം അതായപ്പോഴും നമ്മളത് കാണുമ്പോൾ അവരെന്ത് ചെയ്യുക, അപ്രിഷിയേറ്റ് ചെയ്യുക. നമ്മളിത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോള് ഒരു ഡ്രോയിങ്സ് കുറെ നേരം 2 or 3 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും ആ ഡ്രോയിങ്സ് വരച്ച് കൊണ്ടുവന്ന് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ അവരോട് പറയണം, ഒന്ന് പോയി മനുഷ്യനെ ശല്യം ചെയ്യാൻ എപ്പോഴും വരും ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരയ്ക്കാനായിട്ട് താല്പര്യം ഉണ്ടാവോ, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് തോന്നുമോ? ഇല്ല. നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഈ ഒരു സ്ട്രെസ്സും ഒക്കെ നമ്മളെല്ലാവർക്കും ഉള്ളതാണ്. കാമായിട്ട് അവളോട് പറയാൻ, മോൾ ഡ്രോ ചെയ്തല്ലേ, ഓക്കെ ഇടാ നന്നായിട്ടുണ്ട്, ഞാനിപ്പോ വരക്കിലുണ്ട്, മോൻ ഇനിയും പോയിരുന്നു വരച്ചു, വേറെ പിക്ചറൊക്കെ വരയ്ക്കണം, മോൻ ഇനിയും പോയിരുന്നു വരച്ചു എന്ന് പറഞ്ഞ് അവളൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് നമ്മളോടൊരു എന്താ പറയുക ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു ഇന്റിമേറ്റ് ആവും നമ്മളോട്. കുട്ടികളെ ഒരിക്കലും നമ്മൾ എന്താ പറയുക ശത്രുക്കളെ പോലെ ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ നമ്മളുടെ കീഴിലുള്ള ആൾക്കാരാണ് ഉള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുക, അവർ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ മാറും. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാരന്റ്സിനോട് പറയും അല്ലേ. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാ കാര്യം പറയാൻ കുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചില വേർഡ്സുകൾ ചില കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യാറില്ല, നമ്മളുടെ ഫാമിലീസിൽ ഡിസ്കസ് ചെയ്യാറില്ല. ഒന്ന് എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, മെൻസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു ഫാമിലിയിലും ആരും ഒന്നും പറയില്ല. മെൻസ്ട്രേഷനെ കുറിച്ചിട്ട് ഒരു വിവരം ഉണ്ടാവില്ല ആർക്ക്, ചില ഫാമിലിയിലുള്ള ആൾക്കാർക്ക്. അപ്പൊ അവരെന്താ വിചാരിക്കുന്നത്, എന്തോ ഒരു സംഭവമാണ് അങ്ങനെ.
ഞാൻ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളും ആൺകുട്ടികളും തുല്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ സെക്ഷൽ എഡ്യൂക്കേഷൻ ഫാമിലിയും തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ മെൻസ്ട്രേഷനെ കുറിച്ചൊക്കെ ഒരു കുട്ടിയോട് ആൺകുട്ടിക്ക് അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവന്റെ അമ്മയുടെ അവസ്ഥ അവര് മനസ്സിലാവുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഒരു പെൺകുട്ടി ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരൊരിക്കലും കളിയാക്കി അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവളെ സംസാരിക്കുക ഒന്നും ചെയ്യില്ല. അവൻ അവളെ സപ്പോർട്ട് ചെയ്യാതെ കംഫർട്ടബിൾ ആക്കാനേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഇനി ആൺകുട്ടിക്ക് കല്യാണം കഴിക്കുന്ന വൈഫിനെ ആയാലും ആ ഒരു എന്താ പറയാ ഒരു കെയറോട് കൂടിയായിരിക്കും ആ ടൈമിൽ അവനെന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇതെല്ലാം നമ്മൾ പാരന്റ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം ഇങ്ങനെ തന്നെ മൂടി വെച്ചിരിക്കുകയാണ്, ഒന്നും പറഞ്ഞു കൊടുക്കില്ല. അതേപോലെ വീട്ടിലൊക്കെ ജോലി ചെയ്യുമ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. വീട്ടിലൊക്കെ നമ്മള് കുട്ടികളെ കൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ചെറുപ്പം മുതലേ ഇപ്പൊ ഞാൻ പറയാം, രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ ഞാൻ എന്റെ മോളോട് ഷൂസ് ഒക്കെ സ്വന്തമായിട്ട് ഇടാനായിട്ട് പറയുമായിരുന്നു. ഷൂസ് സ്വയമായിട്ട് ഇടാൻ പറയുമായിരുന്നു. അപ്പൊ അവളുടെ പ്രായത്തിൽ ഇപ്പോഴും എന്താണ് ചില കുട്ടികൾക്കൊന്നും സ്വയമായിട്ട് ഷൂസ് ഇടാനോ ഇതൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അവള് കറക്റ്റ് ആയിട്ട് ഷൂസ് ഇടും. അത് ചെറുപ്പത്തിലേ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന എങ്ങനെയാണോ അതേപോലെ ഇരിക്കും ഭാവിയിൽ. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ചെറുപ്പത്തിലേ ശീലിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അതൊരു ബെനിഫിഷ്യൽ ആണ്. എനിക്ക് തോന്നുന്നു അതാണ് നല്ലതെന്നാ തോന്നുന്നത്. പിന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പറഞ്ഞു കുട്ടികളെ അറിയിച്ച് തന്നെ വളർത്തണം. കഴിഞ്ഞ ദിവസം ഒരു എന്താണ് വെഞ്ഞാറമൂട് ഒരു കൂട്ടക്കൊലപാതകം, എന്താ പ്രശ്നം എന്ന് അറിഞ്ഞൂടാ, സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടാണ് അത് കുട്ടീനെ ചെറുപ്പത്തിലേ ഒന്ന് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവന് ആ സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ കാര്യങ്ങളും നമ്മൾ കുട്ടികളോട് പറഞ്ഞ് തന്നെ കൊടുത്ത് വളർത്താണെങ്കിൽ ആ കുട്ടീനെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നല്ല ഒരു ഭാവി തലമുറയ്ക്ക് നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. നമ്മള് ഓരോ ടീച്ചേഴ്സിനും നല്ല കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോർമലൈസേഷൻ മനസ്സിലായോ? മാം ആൻ പറഞ്ഞതിന്റെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാണേ. ഇപ്പൊ ടോയ്സ് സെലക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പൊ മോണ്ടിസറി മെത്തേഡിൽ ഫോളോ ചെയ്തിരുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടോയ് തന്നെ കുറെ ക്വാണ്ടിറ്റി ഒന്നും അലൗഡ് ആയിരിക്കില്ല. അത്രയും ഇപ്പൊ ഒരു ടോയോ ഒരു അപ്പാരറ്റസോ ഒന്നോ രണ്ടോ ക്വാണ്ടിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ നിന്ന് തന്നെ ആ കുട്ടി പഠിക്കല്ലേ, ഉള്ളത് വെച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്യാനാണ് അവിടെ നിന്ന് ഒരു കുട്ടി പഠിക്കുക. ഇപ്പോ ഒരു അപ്പാരറ്റസ് ഒരു കുട്ടി എടുത്തു, തനിക്ക് ഇനി അലൗഡ് ആയിട്ടുള്ളത് ഇത്രയും അപ്പാരറ്റസ് ആണ്, അതിൽ നിന്നാണ് എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം അവനുണ്ടായി. ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ വളർത്തിയെടുക്കാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടി പുറത്തേക്ക് വരുമ്പോ ഇന്ന ടോയ്സ് വേണം, ഇന്ന ക്വാണ്ടിറ്റി അല്ല ഇത്രയും വാല്യൂ അതൊന്നും ആയിരിക്കില്ല നോക്കാം. അവൻ അതിന്റെ മൂല്യം, അവൻ അതുകൊണ്ട് കിട്ടുന്ന എൻജോയ് ചെയ്യുന്ന ടൈം, ഇതൊക്കെ ആയിരിക്കും അവൻ അവിടെ നിന്ന് കണക്കാക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ പിന്നെ അതിന്റെ ഒരു ഡൗട്ട് ഇല്ലല്ലോ. മോണ്ടിസറിന്ന് പഠിച്ചു വരുന്ന ഒരു കുട്ടി ടോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് അവൻ അവിടെ നിന്ന് പഠിച്ചിരിക്കും. അത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് അവൻ ആ ടോയ്സ് കിട്ടുക എന്നുള്ളതും അത് എത്ര സമയം അവനത് വിനിയോഗിക്കാൻ പറ്റും എന്നുള്ളത് അവൻ പഠിച്ചു കഴിയും. ഓക്കെ, ദിവ്യാമ്പോന്റെ കൺസെപ്റ്റ് ഭയങ്കര ഇഷ്ടമായി. കാരണം പേഷ്യൻസ് ആണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തോരം അപ്പാരറ്റസ് ഉണ്ടെങ്കിലും ആ ഒരു പോയിന്റ് റിലേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു പേഷ്യൻസ്. കാരണം ഒരു കുട്ടി ആ ഒരു അപ്പാരറ്റസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, നല്ല പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യും. കാരണം നമ്മുടെ ടേൺ ആവുന്നത് വരെ നമ്മളത് വെയിറ്റ് ചെയ്യും. സോ ചെറുപ്പത്തിൽ അവരെ പഠിച്ചെടുക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് വരും പേഷ്യൻസ്. മോന്റെ കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ദിവ്യ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. സോ അവിടെ വേറെ ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഓക്കേടാ, നമുക്ക് നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാം എന്ന് പറഞ്ഞു. അവിടെ ഇപ്പൊ യങ്ങർ ആയിട്ടുള്ള കുട്ടിയാണ് വരുന്നതെങ്കിൽ ഇപ്പൊ എൽഡേഴ്സ് എങ്ങനെയാണ് ടോയ്സ് സെലക്ട് ചെയ്യുന്നതെന്ന് നോക്കിയിട്ടായിരിക്കുമല്ലോ അവൻ അവിടെ മൊത്തം ഒബ്സർവ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റിയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ബാക്കിയുള്ള സ്കൂളുകൾ പോലെ എന്താ ഇന്നത് ചെയ്യുക, ഈ സമയത്ത് ഇത് ചെയ്യുക, അങ്ങനെയല്ലല്ലോ.
അപ്പൊ അവൻ തീർച്ചയായിട്ടും ഒരു അപരിചിതമായ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ നമ്മളായാലും ബാക്കിയുള്ളവർ എന്താണ് ചെയ്യുന്നത്. ഇപ്പൊ വലിയൊരു തന്നെ ഒരു സ്ഥലത്ത് ഒരു പരിചയമില്ലാത്ത ഒരു അമ്പലത്തിലാണ് നമ്മൾ പോണേ. അപ്പൊ ആ അമ്പലത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ചീട്ടെടുക്കുന്നത്, ഇങ്ങനെയൊക്കെ നമ്മളും ഒബ്സർവ് ചെയ്തിട്ടല്ലേ, ബാക്കിയുള്ളവരെ ഫോളോ ചെയ്തിട്ടല്ലേ നമ്മളും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണല്ലോ ഒരു കുട്ടിയും ഒരു ക്ലാസ് റൂമിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തിട്ടായിരിക്കും അവൻ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അവൻ അതിന് വേണ്ടിയിട്ടുള്ള പേഷ്യൻസും ഉണ്ടായിരിക്കും. അവൻ ഏത് ടൈമിൽ അത് എടുക്കണം, എങ്ങനെയുള്ളത് എടുക്കണം, അത് എത്ര നേരം എടുക്കും എന്നൊക്കെ അവനത് അവിടെ നിന്ന് പഠിച്ചു കഴിയും. പക്ഷെ മാം, ദിവ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചുമ്മാ എനിക്ക് തോന്നുന്നതായിരിക്കും. അതായത് ഇപ്പൊ ദിവ്യ പറഞ്ഞില്ലേ, ഇപ്പൊ അവരൊരു അപ്പാരറ്റസ് അവര് ഒരെണ്ണേ കാണുള്ളൂ, അപ്പൊ അവർക്കൊരു ലിമിറ്റഡ് ടൈം കൊടുത്തേ അല്ല, ഇപ്പൊ എടുക്കുന്നു, അവര് ചൂസ് ചെയ്യുന്നു, വേറെ ഇങ്ങനെ അവരതിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇപ്പൊ കുഞ്ഞിപ്പിള്ളാരുടെ മനസ്സിലാണേലും അവരിപ്പോ ഒരു ടോയ് മനസ്സിൽ കണ്ടു. ആ കണ്ട ടോയ് അവർക്ക് കുറച്ച് ടൈമേ അവരുടെ ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഫുൾ ടൈം ആ ടോയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ വേറൊരാൾക്ക് കൊടുക്കണം എന്ന് അറിയാം, അങ്ങനെയൊക്കെ ഒബ്സർവ് ചെയ്യും. പക്ഷെ അവരൊരു ഇപ്പൊ ടോയ് കടയിൽ ചെല്ലുമ്പോ ആ ടോയ് കാണുമ്പോ അതെനിക്ക് അവിടെ കണ്ടതാണ്, അവിടെ കുറച്ച് ടൈമേ കിട്ടുന്നുള്ളൂ, അപ്പൊ ഇത് എനിക്ക് സ്വന്തമായിട്ട് വാങ്ങാം എന്നൊരു മനസ്സിലൊരു ഇത് വരില്ലേ? അവിടെയാണ് മിസ് പറഞ്ഞതിന്റെ ആ പോയിന്റ്. നമ്മൾ എങ്ങനെയാണോ ആ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ ഏതൊരു കുഞ്ഞിനോടും വലിയതായാലും ചെറുതായാലും നമ്മൾ നോന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ അതിനെ കൂടിയുള്ള ക്യൂരിയോസിറ്റിയും അത് വാങ്ങാനുള്ള അവന്റെ ടെൻഡൻസിയും കൂടുള്ളൂ. നോന്ന് പറയുന്നതിന് വേണ്ടി നമ്മള് അത്യാവശ്യത്തിന് എന്താ അപ്രിയ സത്യങ്ങളല്ലേ പ്രശ്നമുള്ളൂ. നമുക്ക് നല്ലതായിട്ടുള്ള കുറച്ച് സത്യങ്ങള് നുണ പറയാനും എന്താ പറയാ, ഇപ്പൊ ചില കർമ്മങ്ങള് നമുക്ക് ചില നേരത്ത് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നമ്മളൊരു റീസൺ പറയുമ്പോ അത് കുട്ടിക്ക് അതിന്ന് വ്യക്തമാവണം. എന്താ ഞാനത് എവിടെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളുടെ ഫിനാൻഷ്യലി എന്താണെന്നുള്ളത് അത് വാശി പിടിക്കുന്ന രീതിയിൽ ഒരാളെയും പഠിപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കുട്ടി വാശി പിടിക്കുന്ന സമയത്ത് നമ്മളത് വാങ്ങിച്ചു കൊടുക്കാനും നിന്ന് കഴിഞ്ഞാൽ അവൻ ഇപ്പോൾ ഒരു ചെറിയ കാണിക്കുന്ന വാശി വലുതാവും തോറും ഇപ്പൊ നമ്മളോട് ഇപ്പൊ ടോയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, വലുതാവുമ്പോ അവനൊരു എന്താ അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള വലിയ ഗാഡ്ജറ്റ്സുകളായിരിക്കാം. അപ്പൊ അതങ്ങനെ വാശി കൂടുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ആർക്കായാലും തോന്നുന്നത് കുട്ടികൾക്ക് അതിനോടുള്ള ഇഷ്ടവും കാര്യങ്ങളും നമ്മളത് അപ്രോച്ച് ചെയ്യേണ്ട രീതി എന്താണ് മുതിർന്ന ആൾക്കാരാണ് ആദ്യം പഠിക്കേണ്ടത്. നോ എന്ന് പറയുന്നതിന് പകരം അവനതിന് റീസൺ പറഞ്ഞു കൊടുക്കണം, നമുക്കത് പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മോൻ അത് അവിടെ നിന്ന് ഉപയോഗിക്കാം. അപ്പൊ അവിടെ നിന്ന് ഉപയോഗിക്കാനെങ്കിലും കുറച്ച് സമയം കിട്ടില്ല. നമുക്ക് അതല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാം. നമുക്കപ്പോ അതിനേലും വില കുറഞ്ഞ സാധനമോ അല്ലെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയ സാധനമോ കുട്ടികൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാലോ. അതിന്റെ റീസൺ അവർക്ക് പറഞ്ഞു കൊടുക്കാം. ശരിയാ. അപ്പൊ നോ പറയുന്നത് ഒരു പരിധിവരെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ നോ പറയുന്നത് നല്ലതായിരിക്കില്ല. കാരണം ഇപ്പൊ പേരൻസിന്റെ സർക്കിളിലാവുമ്പോൾ നമുക്ക് അവരുടെ ഒരു ഇതിനെ കുറച്ചുകൂടെ നമ്മളിങ്ങനെ പയ്യെ പറഞ്ഞ് മനസ്സിലാക്കി ഒക്കെ ചെയ്യിപ്പിക്കാം. ടീച്ചേഴ്സിന്റെ ഇടയ്ക്കാണെങ്കിലും ചെയ്യിപ്പിക്കാം. പക്ഷെ അവർ ഫ്യൂച്ചറിലോട്ട് ഇറങ്ങി അവരിപ്പോ പുറത്ത് ഒരു ജോബ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ വേറെ രീതിയിലേക്ക് മിങ്കിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്നൊക്കെ ഡയറക്റ്റ് റിജക്ഷൻ ആയിരിക്കില്ല കിട്ടുന്നത്. ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർക്കൊരു മെന്റലി അവർക്ക് ഭയങ്കര ഒരു പവർ കുറവാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെയൊക്കെ പണ്ട് തൊട്ടേ പേരൻസ് കുറെ വഴക്ക് പറയായിരുന്നു, ടീച്ചേഴ്സ് വഴക്ക് പറയായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോഴും ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മെന്റലി അവർ ഭയങ്കര എന്താ പറയാ, അവർ ഭയങ്കര സോഫ്റ്റ് ആണ്. അപ്പൊ സൂയിസൈഡ് ടെൻഡൻസി കൂടുന്നു. അതൊക്കെ ഒരു പരിധി വരെ ഇപ്പോഴത്തെ ഒരു പേരന്റിങ്ങിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കില്ലേ? എനിക്കറിയില്ല, ഞാൻ ചിന്തിക്കുന്ന ചിന്താഗതിയുടെ കുഴപ്പമായിരിക്കും. ഞാൻ പറയാം, നമ്മളെല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത് വളർത്തിക്കൊണ്ട് വരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു റിജക്ഷൻ വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ എല്ലാവരും നമ്മൾ ഫസ്റ്റ് ആ ഒരു പ്രശ്നമൊക്കെ ചിലപ്പോൾ ഇല്ലേ. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവമാണ് ഞങ്ങളുടെ വീടിനടുത്ത്. SSLC എക്സാം നടന്നുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. SSLC അല്ല, ബോർഡ് എക്സാംസ് 12th നടക്കുന്നത്. ഇപ്പൊ 10th ഫുൾ A+ ഉള്ള ഒരു കുട്ടിയാണ്. +1 നല്ല ഫുൾ A+ ഉണ്ട്. +2 ഇംഗ്ലീഷ് എക്സാം ആണ് തോന്നുന്നത് ഫസ്റ്റ് നടന്നത്.
അപ്പൊ അന്ന് അതിന്റെ തലേന്ന് ഈ കുട്ടി ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഇവന് പ്രഷറായിരുന്നു, വീട്ടിൽ നിന്നുള്ള ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ. എപ്പോഴും A+ ആണ്. അപ്പൊ ഈ പ്രാവശ്യം A+ അല്ലേടാ എന്നാണ് കൂടെ ഉള്ളവർ റിലേറ്റീവ്സ് എല്ലാവരും ചോദിച്ചിരുന്നത്. സോ അവന് പേടിയാണ്, എക്സാം എഴുതാനുള്ള ഒരു പേടി, ആ ഒരു മനസ്സ്. അത് ശരിക്കും പറഞ്ഞാൽ അവന്റെ വീട്ടുകാരും അവന്റെ ഫാമിലി അല്ലെങ്കിൽ മെമ്പേഴ്സും അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി തന്നെയല്ലേ അവനോട് ആ ഒരു രീതി ചെയ്യുന്നുണ്ട്. കാരണം അവന് പ്രഷർ കൊടുത്തത് നമ്മളെല്ലാവരും കൂടെയാണ്. ഫുൾ A+ വാങ്ങിക്കണം എന്നുള്ള പ്രഷർ കൊടുത്തത് നമ്മളെല്ലാവരും കൂടെയാണ്. അപ്പൊ ഒരിക്കലും നമ്മളങ്ങനെ ഒരുപാട് നേരം കമ്പൽ ചെയ്തൊരു കുട്ടീനോട് പറഞ്ഞ് പാരന്റിങ്, ഓക്കെ പാരന്റ്സിന് കുട്ടികളുടെ പ്രശ്നം പറഞ്ഞു, എന്താ പറയാ മെന്റലി എല്ലാവരും വീക്ക് ആണെന്ന്. ആ വീക്ക്നെസ് എവിടെന്നാ വരുന്നത്? ഫസ്റ്റ് സ്റ്റേജസ് പാരന്റിങ് തന്നെയാണ്. കുട്ടീനെ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്, പാരന്റ്സ് എങ്ങനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുമ്പോൾ അവർ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം സാധിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. എല്ലാ കാര്യവും സാധിച്ചു കൊടുക്കുന്ന ഒരു പാരന്റ് മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് മക്കൾ ആത്മഹത്യ ചെയ്യുന്നു. എന്തൊക്കെ ന്യൂസ് നമ്മൾ കേൾക്കുന്നത്? നമ്മൾ റിജക്ട് ചെയ്യേണ്ടോടത്ത് റിജക്ട് ചെയ്യണം. നോ എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്? നോ എന്ന് പറയരുതെന്നാണ്. പറഞ്ഞവരെ മനസ്സിലാക്കി കൊടുക്കുക. കാര്യങ്ങള് പെട്ടെന്ന് എടുത്തടി നോ എന്ന് പറയരുതെന്നാ പറയണേ. അവരെ വ്യക്തമായിട്ട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റും. എടുത്തടി നോ, വേണ്ട, അത് വേണ്ട, അത് ശരിയാവില്ല. അവളോട് പറയാ ഇന്നതാണ് കാരണം. ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റിസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ചില പാരന്റ്സ് ട്രിപ്പ് വല്ലയിടത്തും വിനോദസഞ്ചാരങ്ങളൊക്കെ വിടാനായിട്ട് ഭയങ്കര താല്പര്യക്കുറവായിരിക്കും. അപ്പൊ പാരന്റ്സിനോട് ചോദിക്കുക എന്തുകൊണ്ട് എന്നെ അച്ഛൻ വിടാത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ അച്ഛൻ പറയാ എടീ എനിക്ക് പേടിയായിട്ടാണ്, ഞങ്ങക്ക് നീ മാത്രമല്ല ഒരു പെങ്കൊച്ച് ഒരു മോളുള്ളൂ, നീ പുറത്തു പോകുമ്പോ ഞങ്ങക്ക് പേടിയായിട്ടാണ് ഞാൻ വിടാത്തത്, ഞാനുള്ളപ്പോ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം എന്നാ പറയണെങ്കിൽ കൊണ്ടുപോവുകയും വേണം. എന്നാ പറയണെങ്കിൽ അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ ഇല്ല. നോ പറഞ്ഞതൊക്കെ മനസ്സിലായി. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആ നോ പറഞ്ഞത്. ഞാനും തല്ലു പിടിച്ചിരുന്നിട്ടുണ്ട് കേട്ടോ. 10th ഒന്നും എന്റെ അച്ഛൻ ട്രിപ്പ് വിടില്ല. 10th വിട്ടിട്ടില്ല, +2 വിട്ടില്ല. ഞാൻ അച്ഛനോട് ചോദിച്ചു, 10th വിട്ടില്ല, +2 ഞാൻ ബഹളെത്തിച്ച് ഒരുപാട് പ്രശ്നത്തിച്ച്. അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എന്താ അച്ഛനാ വെച്ചാ എന്നെ മാത്രമാണ് ട്രിപ്പ് ഒന്നും വിടാതെ, ബാക്കി എല്ലാവരും പോകുന്നുണ്ട്, അതല്ലേ ഞാൻ വിടാത്തെ? നിനക്ക് ചെറുപ്പം മുതലേ പേടിയാണ്, എനിക്ക് ഹൈറ്റൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ അച്ഛനുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ധൈര്യമായിട്ട് കയറും. നിനക്ക് ചെറുപ്പം മുതലേ പേടിയാ. ഞാൻ അത് കണ്ടിട്ട് ഞാൻ എന്ത് ധൈര്യത്തിൽ ഇവിടെ ഇരിക്കും? ആ 2 ദിവസം നിന്നെ വിട്ടിട്ട് എന്ത് ധൈര്യത്തിൽ ഞാൻ ഇവിടെ ഇരിക്കും? അതുകൊണ്ടാണ് വിടാത്തെന്ന് പറഞ്ഞു. എന്തായാലും നീ വലിയ കുട്ടിയാകുമ്പോ ഡിഗ്രിക്കൊക്കെ പോകുമ്പോ നിന്നെ ഞാൻ വിടാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഡിഗ്രിയുടെ സമയത്ത് ട്രിപ്പിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചില്ല, പറഞ്ഞില്ല. അത് കഴിഞ്ഞ് അമ്മനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അച്ഛനോട് പറഞ്ഞില്ല. അപ്പൊ അച്ഛൻ ചോദിച്ചു നീ പോണില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല അച്ഛ, അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പോകണ്ടെന്നല്ലേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞത് നീ ഇപ്പൊ കൂടി, ഇപ്പൊ നീ ഇത്തിരി ധൈര്യമൊക്കെ ആയിട്ടുണ്ട്, കുറച്ച് കാര്യപ്രാപ്തി. കാരണം മുമ്പ് ബസ് കയറി ഒരു സ്ഥലത്ത് പോകാനായിട്ട് പേടിച്ചിരുന്ന 10ാം ക്ലാസ്സുകാരെ അല്ല, അല്ലെങ്കിൽ +2 അല്ലേ, ഇപ്പൊ കുറച്ചും കൂടി ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്, നീ പൊക്കൂടി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പൊക്കോട്ടെ, റിയൽ ആയിട്ടാണ്, കാരണം സ്വപ്നം കാണുന്ന പോലെ. അച്ഛൻ പറഞ്ഞു ആ പൊക്കൂ, നീ പൊക്കോയി, നിനക്ക് പോകാം. അങ്ങനെ അച്ഛനെ സപ്പോർട്ട് ചെയ്തു. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ലൈഫിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബീച്ചിക്കൊന്നും പോയിട്ടില്ല, വേറെ എവിടെയും പോയിട്ടില്ല. ദെൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. ആളും അതേപോലത്തെ ഒരു മൈൻഡാണ്, എല്ലാവർക്കും പോകണം, ട്രാവൽ ചെയ്യും. ഇപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഫിയറിനെ കുറിച്ച് നമ്മൾ എവിടെ പഠിക്കുന്നുണ്ടല്ലോ, ഭയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫിയർ ഉണ്ട്, എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാ, ഭയങ്കര ഹൈറ്റ് ഒക്കെ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാനത് ഓവർകം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭയങ്കര പേടിക്കുന്ന സ്റ്റെയർ ഇല്ലേ, സ്റ്റെപ്പ്, നമ്മുടെ വീടുകളിലെ സ്റ്റെപ്പ് കയറൂലായിരുന്നു, കയറുമ്പോ സ്റ്റെപ്പ് കയറുമ്പോ തന്നെ പേടി. അതൊക്കെ ഞാൻ ഒരുപാട് ഓവർകം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ടൈപ്പ് ഭയങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മളത് കാര്യം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, പാരന്റിങ് നമ്മൾ എങ്ങനെയാണ് നമ്മളോട് പാരന്റ്സ് കുട്ടികളോട് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് മാറി വരുന്നതാണ്. അതേപോലെ നമ്മൾ എവിടെയും പാരന്റ്സ് അല്ലെങ്കിൽ പാരന്റിങ് പഠിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കൗൺസിലിംഗ്, നമ്മൾ പാരന്റ്സ് ആവാൻ പോകുന്ന അച്ഛനമ്മമാർക്ക് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നുള്ളത് ഒരു കൗൺസിലിംഗ് ക്ലാസ്സെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്തൂടെ? ഒരു ഹെൽത്തിന്നോ, ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മള് പബ്ലിക് ഹെൽത്ത് സെന്റേഴ്സ് ഉണ്ടല്ലോ, അവിടെ പാരന്റ് ആവാൻ പോകുന്ന അച്ഛനമ്മയ്ക്കും കൂടി ഒരു ക്ലാസ്, കുട്ടീനെ എങ്ങനെ നോക്കണം, അതേപോലെ കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട്, കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ പാരന്റിങ് ടഫാണ്, അതേപോലെ ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുന്നത് കുറച്ച് പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഈ അഡോൾസന്റ് ഏജിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ്, എന്റെയൊക്കെ ടൈമിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് ക്ലാസ്സിൽ പോയിട്ടുണ്ട്. അംഗൻവാടി വഴിക്കായിരുന്നു അത്. കൗൺസിലിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇതായതുകൊണ്ടാണ് തോന്നുന്നത് ചെറുപ്പം മുതലേ
അങ്ങനെ പോകുമായിരുന്നു. അപ്പൊ കൗൺസിലിംഗ് ക്ലാസ്സുകളൊക്കെ കേട്ട് ഞാൻ പോകും. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞു തരുന്നുണ്ട്. അഡോൾസ് ബേസിലേക്ക് കടക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതേപോലെ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ അഡോൾസ് ബേസിലേക്കുള്ള കുട്ടികളുടെ പാരന്റ്സിലേക്ക് വരുന്ന സ്കൂളുകളിൽ ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യേണ്ടത്, അവരുടെ ക്യാരക്ടറിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് കുട്ടികൾ പറഞ്ഞു കൊടുക്കുന്നത്, പാരന്റ്സിന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ പോലത്തെ പാരന്റ്സിനെയാണ്, അല്ലെ? നമ്മളാണ് ഇനി പാരന്റ്സ് ആയിട്ടുള്ളത്. നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള നമുക്കുള്ള ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ എന്താ പറയാ 90s കിഡ്സും അതേപോലെ 20 ഇപ്പോഴത്തെ ജനറേഷനും പഴയ ജനറേഷനും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ജനറേഷനാണ് നമ്മളുടെ. കുട്ടികൾ എവിടെ നിർത്തണം, അവരെവിടെ വഴിതെറ്റി പോകുന്നു നമുക്ക് നന്നായിട്ട് കണ്ടെത്താൻ പറ്റൂലേ? നമുക്ക് പറ്റും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കുട്ടികളെ എങ്ങനെയൊക്കെ വഴിതെറ്റി പോകും, അതേപോലെ അതെങ്ങനെ നിർത്തണം എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മുടെ പാരന്റ്സ് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മൾ എങ്ങനെ വഴിതെറ്റി പോകും എന്നുള്ളത് നമ്മൾക്ക് അറിയുകയും ചെയ്യാം. ഫോണിന്റെ ഉപയോഗങ്ങൾ യൂസ് ചെയ്യുന്നതും ഇതെല്ലാം നമുക്കറിയാം. ഇവരെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. നല്ല രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെറ്റർ ജനറേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാർത്തെടുക്കാൻ നമ്മളുടെ പാരന്റ്സ് വഴി പറ്റും. അതേപോലെ ടീച്ചേഴ്സാണ്, പഴയ ടീച്ചർമാരെ പോലെയാണോ നമ്മള്? അല്ലല്ലോ. കുട്ടികളുടെ എല്ലാം ഉണ്ടായിപ്പോഴും ഏകദേശം കുട്ടികളെ എങ്ങനെയാണോ ഇത് ചെയ്യുന്നത്, വലിയ കുട്ടികളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത്, ചില ഗേൾസുകളൊക്കെ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം മുമ്പത്തേക്കാൾ ഒരുപാട് മാറ്റം കൊണ്ടിട്ട് പിള്ളേർ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുമ്പോൾ ടീനേജേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 12 to 19 വരെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക് ആണ്. നമ്മൾ പറയും കുഞ്ഞു കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് ടാസ്ക് എന്നൊക്കെ. പക്ഷെ അവരുടെ ക്യാരക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു ഏജിലെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന ടീച്ചർമാരോട് ചോദിച്ചാൽ മതി, ഭയങ്കര ടഫാണ് അവർ ഹാൻഡിൽ ചെയ്യാൻ. സോ നമുക്ക് നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതേപോലെ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുക, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും ഈ ഡീവിയേഷനിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കാനായിട്ട് പറ്റും. മുതിർന്ന കുട്ടികളെ, കുഞ്ഞു കുട്ടികളെ ആണെങ്കിൽ നമുക്ക് ഡീവിയേഷൻ മാറ്റി നോർമലൈസ്ഡ് സ്റ്റൈൽ ആക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് ടൈം അവൈലബിൾ ആണ്. നമ്മുടെ ടീച്ചേഴ്സിന്റെ കയ്യിൽ ടൈം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ നമ്മുടെ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഡീവിയേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, എങ്ങനെ അവരെ നോർമലൈസ്ഡ് ആക്കാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡീവിയേഷൻ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഡീവിയേഷൻ വരുന്നത്, എത്ര ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഉണ്ടെന്നാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ പോർഷൻ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം രണ്ടുപേരും ഇപ്പൊ മരിയ ആയാലും ദിവ്യ ആയാലും രണ്ടുപേരും ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിട്ടാ. മാം ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞത്, കുട്ടികളെ മെന്റലി സ്ട്രോങ് ആവാന്ന് പറയുമ്പോൾ നമ്മളുടെ പാരന്റിങ് കൊണ്ടാണ് ചിലപ്പോൾ അവര് വീക്ക് ആവുന്നത്. നമ്മള് ചെറുപ്പത്തിൽ ഒരു കുഞ്ഞിനെ കളിപ്പിക്കുമ്പോൾ ഫസ്റ്റ് ആയി, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഉരുള കൊടുത്തിട്ട് പറയും ഇപ്പൊ കുഞ്ഞ് ഫസ്റ്റ് ആയി, ആരാ ഫസ്റ്റ് ആവാന്ന് നോക്കാം. അപ്പൊ ഫസ്റ്റും സെക്കൻഡും തോൽവിയും ഒക്കെ അവന് നമ്മളെ ഫസ്റ്റ് ആക്കി ശീലിപ്പിച്ചിട്ടാണ് അവൻ ഇപ്പോഴും ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ ഒരു ഫെയിലിയർ ഉണ്ടായി അവന് താങ്ങാൻ പറ്റില്ല. ആദ്യമേ തോൽവി എന്താണെന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഇപ്പൊ ഒരു ബോൾ എറിഞ്ഞ് കളിക്കുമ്പോ ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അടുത്ത ചാൻസ് അവനുണ്ട്, അവന്റെ പ്രാക്ടീസിലൂടെയാണ് അവന് പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം അവനിൽ ഉണ്ടാക്കി കൊടുത്താണ്ടല്ലോ ഈ ഫെയിലിയറിനെ പേടിക്കുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും. നമ്മൾ ആദ്യം തന്നെ അവനെ ജയിപ്പിച്ച് കൊണ്ടുവന്ന അവസാനം അതിന് ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ അവന് പറ്റില്ല. അത് നമ്മളെ പാരന്റിങ്ങിന്റെ ഒരു ഭാഗമാണത്. ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറ്. എന്റെ കുഞ്ഞിന് 1.5 വയസ്സാ. അപ്പൊ അവനൊന്ന് ബോൾ കളിക്കുമ്പോ ജസ്റ്റ് ഞാനിപ്പോ അവൻ ചിലപ്പോ വീണാലും ഇല്ല കുഴപ്പമൊന്നുമില്ല ഇരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഏൽക്കും. ഇപ്പൊ അവന്റെ സ്ട്രെസ് ആണെങ്കിലും ഞാൻ പറയും എടാ വാഷ് ചെയ്യുന്നിടത്ത് കൊണ്ടുപോയിട്, ബേബി കൊണ്ടുപോയിടെന്ന് പറഞ്ഞാൽ അവൻ അവിടെ കൊണ്ടുപോയിടും. പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവർ ഇപ്പൊ എന്റെ അമ്മയാണെങ്കിലും അങ്ങനെ ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിലും പറയും നീ എന്തോ ഒരു കുഞ്ഞി കൊച്ചിനെ കൊണ്ടാണ് പണി ചെയ്യിപ്പിക്കുന്നത്, 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അവന് അത് മനസ്സിലാക്കാനുള്ള ഇതില്ല. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനപ്പോ അവന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ ചുറ്റും നിന്നിട്ട് അത് ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുമ്പോ അവന്റെ മനസ്സിലോട്ട് 2 തിങ്കിങ് വരില്ലേ? അത് നമ്മൾ ആദ്യം കൗൺസിലിംഗ് കൊടുക്കേണ്ട ഹസ്ബൻഡിനും അമ്മയ്ക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഹസ്ബൻഡിന് അമ്മനോട് പറഞ്ഞാൽ മതി, അമ്മ വളർത്തി ഇത്രയും മോശമാക്കില്ലേ ഈ ചെക്കനാ, ഞാൻ എന്റെ മോനെ വളർത്തുന്ന കണ്ട് പഠിച്ചോളാം. ഞാൻ പറഞ്ഞ ഡയലോഗാണ് അത്, അവിടെ വീട്ടിലേറ്റതാണ്. ഞാൻ അത് എക്സാമ്പിൾ പറഞ്ഞുതരാട്ടോ. എന്റെ മോനുണ്ടല്ലോ, എന്റെ മോനും ഇപ്പൊ 1.25 വയസ്സ് 2 വയസ്സാവുകയാണ്, 2 വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്.
ആള് ചെറിയ കാര്യങ്ങൾ എന്ത് ചെറിയ ഞാൻ പറയില്ല ഡ്രസ്സ് കൊണ്ടുവന്ന് ഇടാനായിട്ട്. അപ്പൊ ഞാൻ അവൻ നിക്കർ കൊണ്ടുവരാൻ പറയുമ്പോ അവൻ പോയിട്ട് അവരുടെ ബോക്സിൽ നിന്ന് ആ നിക്കർ എടുക്കൊണ്ട് വരും. മൂത്ത ആള് പെൺകുട്ടിയാണ്, അവള് കുഴപ്പമൊന്നുമില്ല, ആള് പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എല്ലാവരോട് നമ്മൾ എന്ത് പറഞ്ഞാലും കൊണ്ടുവന്ന് തരുമൊക്കെ ചെയ്യും. അത് എടുത്തോണ്ട് താ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ നിക്കർ എടുത്തോണ്ട് വരാൻ പറയുമ്പോ അവനെടുത്തോണ്ട് വരും. അവനൊരു തുണി അവിടെ എന്തെങ്കിലും അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് കാണിച്ചു തരുമായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കളയിലുള്ള തുണി എടുത്തുകൊണ്ട് വന്നിട്ട് ആ അഴുക്കുള്ള സ്ഥലത്തിട്ടിട്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വിചാരിക്കും എന്താണത്, തുണി മാറ്റി നോക്കുമ്പോഴാണ് മനസ്സിലാവും അവിടെ അഴുക്കുണ്ടെന്ന്. ഓക്കെ, എന്തെങ്കിലും ചെറിയ അഴുക്കാൻ പോലും കുറച്ച് ചെറുപ്പത്തിലെ ഈ ഒരു ഏജിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ആള്. അപ്പോ അതേപോലെ തന്നെ അവന്റെ ചില കാര്യങ്ങൾ അവൻ തന്നെ ചെയ്യും. ഇപ്പൊ ഹസ്ബൻഡ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പാത്രം വെച്ചിട്ട് ടേബിൾ మీద എഴുന്നേറ്റ് പോകും. താഴത്ത് ടീപ്പോയാണ്, ടീപ്പോയിന്ന് എഴുന്നേറ്റ് പോകും. അങ്ങനെയാണെങ്കിൽ ആ പാത്രം, ഞാൻ അടുക്കളയിലായിരിക്കും, ആ പാത്രം കൊണ്ട് തന്നത് അവളായിരിക്കില്ല, മൂത്ത മോളായിരിക്കില്ല, ഇളയ മോനാണ്, അവനാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ്. എന്തോ സംഭവം അച്ചീവ് ചെയ്ത പോലെ അങ്ങോട്ട് പോകും, നടന്നങ്ങോട്ട് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ആ ഒരു നടത്തം കാണാനായിട്ട്. ഇങ്ങനെ ഷോൾഡർ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ചില കാര്യങ്ങള് അവർ പഠിക്കുകയാണ്. നമ്മൾ ഒന്നും എന്ത് ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത്. ആദ്യം എന്റെ മോള് മൂത്ത ആളായിരുന്ന സമയത്ത് എന്റെ പാരന്റ്സ്, ഹസ്ബൻഡ് പാരന്റ്സ് ഇങ്ങനെ പറയുമായിരുന്നു, എന്താണ് പറയാറ്, ഇങ്ങനെ അവളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ലേ, കുഞ്ഞാവല്ലേ എന്നൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കും. ഇങ്ങനെ ഒന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ ഇളയാളായപ്പോ ഞാൻ അമ്മയും ഹസ്ബൻഡൊക്കെ ഇട്ടൊരു ടോക്ക് വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ മോനെ കൊണ്ട് ഞാൻ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും, അവൻ കഴിച്ച പാത്രം അവനെ കൊണ്ട് എന്നെ കഴുകി വെപ്പിക്കും എന്ന് പറഞ്ഞു. അത് ഇൻസ്പയർഡ് ആയിട്ട് എന്റെ ഹസ്ബൻഡ് പോയിട്ട് ഒരു ദിവസം ഹസ്ബൻഡ് അന്ന് കഴിച്ച പാത്രം കഴുകി വെച്ചിട്ട്, ദൈവമേ ഇല്ലാത്ത ബഹളം എന്താണ് അവിടെ നടന്നതെന്ന് അറിയാമോ, എന്റെ മോനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചല്ലേ നീ എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യണ്ട, ഞാൻ എന്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിച്ചോളാം, നിങ്ങൾ നിങ്ങളുടെ അമ്മ വളർത്തിയതുപോലെ തന്നെ നടന്നോ, ഞാൻ എന്റെ മോനെ കൊണ്ട് എങ്ങനെ ഞാൻ വളർത്തിയെടുക്കണം, അതിൽ തിരുത്താനും ഇടപെടാനൊന്നും പറയരുതെന്ന് പറഞ്ഞു. അതേ പിന്നെ അതിലേക്ക് വരില്ല, അവൻ രണ്ടുപേരും ഇതിലേക്ക് വരുന്നില്ല, അവൻ ചെയ്യുന്നുണ്ട്, അവൻ അവരുടേതായ കാര്യങ്ങൾ. അതേപോലെ കളിപ്പാട്ടങ്ങൾ, അവൻ കുറേ കളിപ്പാട്ടങ്ങൾ എടുത്ത് കളിക്കും. എന്നിട്ട് ഒരു ബോക്സ് ഉണ്ട്, അത് അവൻ തന്നെ എടുത്ത് പറക്കി ആ ബോക്സിൽ എടുത്തിടും. അതങ്ങനെ കളിപ്പാട്ടം എടുത്തിടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ഓരോന്ന് പറക്കിയിടും. ചിലപ്പോ ദേഷ്യം വരാണെങ്കിൽ നമ്മൾ എടുത്ത് എറിയുകയൊക്കെ ചെയ്യും, അത് കുഴപ്പമൊന്നുമില്ല, അവരാണല്ലോ, അവർക്ക് അറിഞ്ഞൂടല്ലോ. സോ ജസ്റ്റ് നമ്മളൊന്ന് ചെയ്യിപ്പിച്ചു നോക്ക്. ഈ ഏജ് ഇപ്പൊ ആൻമരിയുടെ കയ്യിലുള്ള കുട്ടിയുടെ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്സേ, ഈ ഡയലോഗ് നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാ എന്തല്ലോ എന്ത് പറയുന്നറിയോ, എന്താ എനിക്ക് അവകാശമില്ലാണ്ട്, എന്റെ പേരക്കുട്ടിയാണ്, അതായത് എന്റെ മകന്റെ കുട്ടിയാണ്, എന്താ എനിക്ക് അവകാശമില്ലാണ്ട് എന്നൊരു ചോദ്യം വരും. അപ്പൊ നമ്മൾ എന്ത് പറയും? അവരവരുടെ മക്കളെ വളർത്തില്ലേ, ഇനി നമ്മളാണ് നമ്മളുടെ മക്കളെ വളർത്തുന്നത്. ഇങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് പ്രസവം കഴിഞ്ഞു, അങ്ങനെ ഒരു വർത്താനം പറയും നമ്മളോട്. പറയേണ്ട കാര്യങ്ങൾ അങ്ങോട്ടേക്ക് അനുസരിക്കാൻ കഴിയുള്ളൂ. തിരിച്ചു കൊടുത്തു കേട്ടോ, ഞാൻ അപ്പൊ തന്നെ എന്റെ ഹസ്ബൻഡും അവരുടെ പാരന്റ്സ് ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. നമ്മൾ എന്തെങ്കിലും അതുപോലെ പറഞ്ഞു കൊടുത്താൽ ഓക്കെ അത് റെഡിയാണ്, കറക്റ്റ് ആണ്, അങ്ങനെയാണ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് പറയും. എന്റെ മോൾക്ക് 3 വയസ്സായി, ഇപ്പോഴാണ് ഞാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ അവര് പറയുന്നത് മൈൻഡ് ചെയ്യാതെ നിവർത്തിയുള്ളൂ. ട്രൈ ചെയ്ത് നോക്കും കുട്ടികളെ കൊണ്ട്. ചെറിയ ജോലിന്നല്ലാത്ത അവര് കഴിച്ച പാത്രം, ഇവിടെ 3 വയസ്സായ കുട്ടിയാണെങ്കിൽ അവര് കഴിച്ച പാത്രം വാഷ് ബേസിൽ അവൻ തന്നെ വാഷ് ബേസിൽ കൊണ്ടുവെക്കും. ഭക്ഷണം കഴിക്കുന്ന മുന്നേ ഗ്ലാസും പ്ലേറ്റും അവൻ ടാബിളിൽ കൊണ്ട് വെച്ചിട്ട് അവൻ വെയിറ്റ് ചെയ്യും. ഞാൻ വിളിക്കും, വാ മോനെ ഭക്ഷണം കഴിക്കാം, അത് പ്ലേറ്റ് കൊണ്ടുവെക്കുന്നു പറയുമ്പോ വന്ന് പ്ലേറ്റ് കൊണ്ടുവച്ച് അവിടെ ചിലപ്പോൾ കസേരയിലിരിക്കും, അല്ലെങ്കിൽ ടാബിളിന്റെ മേലെ കയറിയിരിക്കും. അത് ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ ഇരിക്കും. താഴെയാണ് ഇരിക്കണമെങ്കിൽ ഒരുപാട് പണി എടുക്കണമെങ്കിൽ ടാബിളിൽ കയറ്റിയിരിക്കും. അവൻ ഭക്ഷണം കഴിക്കും ചെയ്യപ്പെട്ടു. ഒറ്റയ്ക്ക് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ആള്. ഡ്രസ്സ് എടുത്ത് കൊണ്ടുവരും, ഡ്രസ്സ് ഊരിയാല് അതുപോലെ എന്റെ മകനും കൊണ്ടുവെക്കും. എന്റെ മോന് എനിക്ക് സെവൻത്തിലും ഇതുപോലെ പാത്രം കഴുകിയിട്ട് കിച്ചണില് പിന്നെ വരുന്ന കാണാനല്ല ആള്. അപ്പൊ എന്താ കിച്ചൺ മൊത്തം വെള്ളാക്കിയിട്ടുണ്ട്, പാത്രമൊക്കെ സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പൊ ചിരിയാ വന്നത്. ചിരിയും കരച്ചിലും ഒരുമിച്ച് വരുമ്പോ അവസ്ഥ ഉണ്ടല്ലോ. ഓക്കേടാ, ഓക്കെ. അപ്പോ
ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന ടൈം ആയി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീവിയേഷൻ നോക്കാം കേട്ടോ. ഡീവിയേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നേ? ടീച്ചർ ഞാനാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്. ടീച്ചർ. ഇപ്പൊ ടീച്ചർ ഞാന് എന്റെ ഒരു കവിത, അതായത് മഞ്ചരി ബുക്സിന്റെ വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പെൻഡ്രൈവ്. അതില് ഉൾപ്പെടുത്തിയ ഒരു കവിത ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. ഗദ്യമാണ്, എന്നാലും സ്ത്രീകൾക്ക് വേണ്ടി എഴുതിയാണ്. അതായത് വീട്ടില് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും വീട്ടിൽ തളച്ചിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ. അപ്പൊ അവരെ ഉദ്ദേശിച്ച് എഴുതിയ ഒരു കവിതയാണ്. അപ്പൊ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാൻ ടീച്ചർ. കവിതയുടെ പേര് എന്നോ മരിച്ചവൾ എന്നാണ്. വിധിയെന്ന ഭാരിച്ച രണ്ടക്ഷരങ്ങളെ കൊണ്ടാണ് ചിരകാല മോഹങ്ങളെ കെട്ടിത്താഴ്ത്തിയത്. വിധിയെന്ന ഭാരിച്ച രണ്ടക്ഷരങ്ങളെ കൊണ്ടാണ് ചിരകാല മോഹങ്ങളെ കെട്ടിത്താഴ്ത്തിയത്. ഊക്കോടെ ഒഴുകുന്ന ജീവിതപ്പുഴയിൽ മുങ്ങി മരിച്ചവളെ കണ്ടുകിട്ടിയില്ല. ഊക്കോടെ ഒഴുകുന്ന ജീവിതപ്പുഴയിൽ മുങ്ങി മരിച്ചവളെ കണ്ടുകിട്ടിയില്ല. ചെറിയ കൂരയിൽ വലിയ സ്വപ്നത്തിന്റെ റാന്തൽ വെട്ടം എരിഞ്ഞു തീരാറായി. ചെറിയ കൂരയിൽ വലിയ സ്വപ്നത്തിന്റെ റാന്തൽ വെട്ടം എരിഞ്ഞു തീരാറായി. പറന്നുയരാൻ പുതിയ മാനങ്ങൾ തേടിയവൾ വലിയ സ്മരണ കുടീരത്തിന്റെ ഉടമയായി. പറന്നുയരാൻ പുതിയ മാനങ്ങൾ തേടിയവൾ വലിയ സ്മരണ കുടീരത്തിന്റെ ഉടമയായി. കനവു നെയ്ത കണ്ണുകൾ കതിരു കൊയ്യാത്ത പാടങ്ങളായി. കനവു നെയ്ത കണ്ണുകൾ കതിരു കൊയ്യാത്ത പാടങ്ങളായി. വീർപ്പുമുട്ടലിൻ തീജ്വാലയിൽ ആത്മഹൂതി ചെയ്തവളുടെ ചിതയിൽ ഒരു അസ്ഥി പോലുമില്ല ഉദകക്രിയയ്ക്കായി. വീർപ്പുമുട്ടലിന്റെ തീജ്വാലയിൽ ആത്മഹൂതി ചെയ്തവളുടെ ചിതയിൽ ഒരു അസ്ഥി പോലുമില്ല ഉദകക്രിയയ്ക്കായി. അത്രമേൽ ദഹിച്ചു തീർന്നവൾക്ക് ഇനി എന്തിനാണ് അവസാന കർമ്മങ്ങൾ? നൊമ്പരത്തിന്റെ തീപ്പന്തമേന്തി ഇരുളിന്റെ തുരുത്തിലേക്ക് അവൾ ഓടിയൊളിച്ചതാണ്. നൊമ്പരത്തിന്റെ തീപ്പന്തമേന്തി ഇരുളിന്റെ തുരുത്തിലേക്ക് അവൾ ഓടിയൊളിച്ചതാണ്. അവളുടെ നെഞ്ചിലെ മിടിപ്പിനെ പറിച്ചു നൽകിയാണ് നെഞ്ചിലേറ്റിയവരെ പുനർജനിപ്പിച്ചത്. അവളുടെ നെഞ്ചിലെ മിടിപ്പിനെ പറിച്ചു നൽകിയാണ് നെഞ്ചിലേറ്റിയവരെ പുനർജനിപ്പിച്ചത്. ഉൾത്തുടിപ്പുകളെ വിറ്റൊഴിച്ചൊരാത്മാവിനെ പിന്നെ കണ്ടുകെട്ടിയതേയില്ല. അവൾ എന്നോ മരിച്ചിരിക്കുന്നു, തിരുശേഷിപ്പുകൾ അശേഷമില്ലാതെ. എന്നിലെ മിഥ്യാബോധത്തെ പലായനം ചെയ്യിപ്പിച്ച് അവൾ എന്നിലേക്ക് പരകായ പ്രവേശം നടത്തിയിരിക്കുന്നു. എന്നിലെ മിഥ്യാബോധത്തെ പലായനം ചെയ്യിച്ച് അവൾ എന്നോ എന്നിലേക്ക് പരകായ പ്രവേശം നടത്തിയിരിക്കുന്നു. എന്നോ മരിച്ചവൾ, അവളും ഞാനും തമ്മിൽ എന്തോ ബന്ധമുണ്ടായിരുന്നു. ഓക്കെ ടീച്ചർ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും ക്ലാസ് എടുത്ത ടീച്ചർക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.